ഒത്തിരി സ്വപ്നത്തോടെ നീ ആരംഭിച്ചത് കർത്താവ് അതിനെ പൂർത്തീകരിക്കാൻ പോകുന്നു. അതേ പ്രിയരെ, നല്ലൊരു പ്രഭാതമെന്ന് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകലിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന നല്ല അവസരത്തിന് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർമാനമായ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഒത്തിരി കോളുകൾ, ഒത്തിരി പ്രാർത്ഥനാ റിക്വസ്റ്റുകളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രഭാതത്തിലും ഞങ്ങൾ നിങ്ങളെ ശുശ്രൂഷിക്കാൻ റെഡിയാണ്. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, വേദപുസ്തകത്തിലെ അവസാനത്തെ അധ്യായം, അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഉൽപ്പത്തി 22:13. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും, ആദിയും അന്തവും ആകുന്നു. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. യോഹന്നാൻ പത്മോസിനകത്ത് ആയിരിക്കുന്ന സമയത്ത് ദൈവാത്മാവിനാൽ നിറയപ്പെട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശനായി സ്വർഗീയമായ വെളിപ്പാടുകൾ കണ്ട് 7 സഭകൾക്ക് ദൂത് കൈമാറി വരുംകാല ഭാവികാല പ്രത്യാശയെപ്പറ്റി വ്യക്തമായി ഒരു പ്രവചനാത്മാവിൽ യോഹന്നാനോട് ദൈവം കൈമാറി. ആ പുസ്തകത്തിൻ്റെ അവസാനത്തെ താളിൽ എത്തുന്ന സമയത്ത് യോഹന്നാനെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ആദിയും അന്തവുമാകുന്നു. ഈ വാക്കുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ ഹൃദയത്തിനകത്ത് ഒത്തിരി ചിന്തകളും ഒത്തിരി സംസാരിച്ചൊരു പദമാണ്. ഞാൻ ആദിയും അന്തവുമാകുന്നു, ആൽഫയും ഒമേഗയുമാകുന്നു. ആൻഡ് ദി ബിഗിനിങ് ആൻഡ് എൻഡ് എന്നാണ് കറക്റ്റ് നാം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആശയം എന്ന് പറയുന്നത്. ഈ പ്രഭാതത്തിനകത്തും ഒത്തിരി സ്വപ്നങ്ങളോടെ ജീവിച്ചവരാണ് നമ്മളിൽ പലരും, അല്ലേ? ഒത്തിരി പ്രതീക്ഷകളോടെ, ഒത്തിരി ആഗ്രഹത്തോടെ, ഒത്തിരി സ്വപ്നങ്ങളോടെ, ഇന്ന കാലമാകുമ്പോൾ ഞാൻ ഇന്ന രീതിയിലെത്തും, എനിക്കിങ്ങനെ ഒരു ഭാവി ഉണ്ടാകും, ഞാൻ ഇന്ന രാജ്യത്തെത്തും, ഇന്ന സ്ഥലത്തെത്തും, എൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറും എന്നൊക്കെ സ്വപ്നം കണ്ടവരാണ് നമ്മളിൽ പലരും, അല്ല എല്ലാവരും. പക്ഷേ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കകത്ത് എവിടെയൊക്കെ നിന്നുപോയവരുണ്ട്, യാത്ര സ്റ്റക്കായി പോയവരുണ്ട്. പക്ഷേ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചാണ് ചിലതൊക്കെ ആരംഭിച്ചത്, പക്ഷേ എവിടെയെന്ന് അറിയത്തില്ല. പക്ഷേ എവിടെയൊക്കെ ഞാൻ തോറ്റുപോയി, ഞാൻ പരാജയപ്പെട്ടു പോയി, ഞാൻ സ്റ്റക്കായിപ്പോയി എന്ന് പറയുന്ന ചില വ്യക്തികൾ എങ്കിലും നമ്മുടെ നടുവിലുണ്ടാകാം. ഞങ്ങളെയൊക്കെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ ഒത്തിരി കണ്ണുനീരിൻ്റെ വാക്കുകൾ അത്തരത്തിൽ ഞങ്ങൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഞാൻ ആത്മാവിൽ പറയാം, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അവൻ ആരംഭിക്കുന്ന ദൈവമല്ല, അവൻ അവസാനിപ്പിക്കുന്ന ദൈവം കൂടെയാണ്. ഈ ദൂത് നിങ്ങൾ അങ്ങനെ തന്നെ ഈ പ്രഭാതത്തിൽ സ്വീകരിക്കണം. പ്രിയരെ, ആരംഭിക്കാൻ എളുപ്പമാണ്, പലതും ആരംഭിക്കാൻ എളുപ്പമാണ്, പക്ഷേ അവസാനിപ്പിക്കാൻ ആ പർപ്പസ് പൂർത്തീകരിച്ച് ഒന്ന് അവസാനിക്കുക എന്നത് പറയുന്നത് എല്ലാം കൂടെ നിലത്തിട്ട് ഉടച്ച് കളഞ്ഞിട്ട് എല്ലാം തീർത്ത് എല്ലാം എൻഡ് ചെയ്ത് പോവുക, അങ്ങനത്തെ ഒരു അവസാനമല്ല. ദൈവം നമ്മളോട് പറഞ്ഞ ഒരു അവസാനം, ദൈവം നമ്മളോട് കൈമാറിയ, നമ്മൾ സ്വപ്നം കണ്ടതായ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചതായ ദൈവിക ദൂതുകൾ കേട്ടതായ ആ ഒരു പ്രോമിസ് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാപിച്ചെടുക്കുകയാണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. നാം വായിച്ച വചനത്തിനകത്ത് 2 പദങ്ങൾ ശ്രദ്ധേയമാണ്. അതിനകത്ത് പറയുന്നത് ആൽഫയും ഒമേഗയും എന്നാണ്. ഇത് രണ്ടും വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. അത് എഴുതപ്പെട്ടത്, പുതിയ നിയമം എഴുതപ്പെട്ടത് ഭൂരിഭാഗവും ഗ്രീക്ക് ഭാഷയിലാണ്. യേശു കർത്താവ് മാത്രം 1-2 ഉപമകൾക്കകത്ത് അരാമിക് ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഗ്രീക്ക് ഭാഷയുടെ ആൽഫബറ്റ്സ് ആണ് ആൽഫയും ഒമേഗയും എന്ന് പറയുന്നത്. ഗ്രീക്ക് ഭാഷയുടെ ആൽഫബറ്റ്സ് ആരംഭിക്കുന്നത് ആൽഫയിൽ നിന്നാണ്, അവസാനിക്കുന്നത്
ഒമേഗ എന്ന് പറയുന്ന ആൽഫബറ്റിലാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ ആൽഫയിൽ ആരംഭിച്ച് ഒമേഗയിൽ അവസാനിക്കുന്നത് പോലെ, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ABCD എന്നൊക്കെ പറയുന്നത് പോലെ എയിൽ ആരംഭിച്ച് ഇസഡിൽ അവസാനിക്കുന്നത് പോലെ ഗ്രീക്ക് ഭാഷയുടെ ആൽഫബറ്റ്സ് ആരംഭിക്കുന്നത് ആൽഫയിലാണ്. ആൽഫയിൽ ആരംഭിച്ച് ഒമേഗയിൽ എൻഡ് ചെയ്യുക. ഇതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കർത്താവ് ആരംഭം മാത്രമല്ല, അവൻ അവസാനം കൂടെയാണ്. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പല സ്വപ്നങ്ങളും കണ്ടാരംഭിച്ചു. ചിലർ പറയുന്നൊരു പദമുണ്ട്, കർത്തദാസനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചാരംഭിച്ചതാണ് ഈ ബിസിനസ്, ഈ കുടുംബജീവിതം. മറ്റുള്ളവരെ പോലെ ചാടി ഇറങ്ങിയതൊന്നുമല്ല. ഞാൻ ഏതോ കുരുക്കിനകത്ത് വീണത് കൊണ്ട് ഈ വിവാഹ ജീവിതത്തിനകത്ത് പ്രവേശിച്ചതല്ല. എൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഞാൻ മൂവ് ചെയ്തതല്ല, എൻ്റെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ഞാൻ ചലിച്ചതല്ല. ഒത്തിരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, ദൈവസന്നിധിയിൽ കരഞ്ഞ്, ദൈവത്തോട് അപേക്ഷിച്ച്, കർത്താവേ ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്, ദൈവമേ ഇത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഗോഡ്സ് വിൽ ഓർ നോട്ട്, ദൈവഹിതമാണോ അല്ലയോ എന്നൊക്കെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ഇതിലേക്ക് സ്റ്റെപ്പ് വെച്ചത്. ആരംഭം നല്ലതായിരുന്നു. പക്ഷേ അങ്ങോട്ടെത്തിയപ്പോൾ, യാത്രകൾ ആരംഭിച്ചപ്പോൾ, പക്ഷേ ബിസിനസ്സിൻ്റെ ആരംഭം നല്ലതായിരുന്നു, നല്ല സ്മൂത്തായി പോയതാ. ഞങ്ങൾ ഇത് മുഖാന്തരം വിജയിക്കുമെന്ന് ചിന്തിച്ചതാ. കുടുംബജീവിതം ആരംഭം നല്ലതായിരുന്നു പാസ്റ്റേ. എൻ്റെ തലമുറകളുടെ ആരംഭം എന്നാ ഭക്തിയായിരുന്നു. അവർ പള്ളിയിൽ വരുന്ന ആരാധിക്കുമായിരുന്നു. പക്ഷേ അവർ വളർന്നങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ, എൻ്റെ കുടുംബജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ, എൻ്റെ ബിസിനസ് അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ, അതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും അങ്ങനെ ഓരോന്നും പറയാൻ കാണുക പ്രിയരെ. എക്സാമൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് ഡേറ്റ് എടുത്തതാണ്. പക്ഷേ എക്സാമിലേക്ക് ഞാൻ ഇറങ്ങാനൊക്കെ ദൈവിക നിയോഗമായിരുന്നു. പക്ഷേ അതിലേക്ക് ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ഇതുവരെയും ഇല്ലാത്ത പ്രതിസന്ധികൾ, ഇതുവരെയുമില്ലാത്ത പ്രതികൂലം, നാളെ എന്തെന്ന് പോലും അറിയാൻ കഴിയാത്ത ജീവിതത്തിനകത്ത് എല്ലാം മടിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യം, ഇത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് പോലും അറിയാത്ത അനേക ചോദ്യങ്ങൾ. നീ വിശ്വാസിയാണോ? നീ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? നിന്റെ തലമുറകൾ ഇങ്ങനെ ആയില്ലേ? നിന്റെ ബിസിനസ് ഇങ്ങനെ ആയില്ലേ? നിന്റെ കുടുംബജീവിതം ഇങ്ങനെ ആയില്ലേ? നിന്റെ മക്കളുടെ ഭാവി ഇങ്ങനെ ആയില്ലേ? എന്ത് നേടി എന്നൊക്കെ നൂറുകണക്കിന് ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടും മടുത്തുപോയ ഒത്തിരി പേരുണ്ട്. ഞാൻ സ്നേഹത്തോടെ ആത്മനിറവിൽ ഞാൻ പറയാം, ദൈവത്തിലാണോ ആരംഭിച്ചത്? ജഡത്തിൽ ആരംഭിച്ചതിൻ്റെ കാര്യമല്ല, ദൈവത്തിൽ ആരംഭിച്ചത് ദൈവം പൂർത്തീകരിക്കും. എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചൊരു ശബ്ദമാണ്, നീ ദൈവത്തിൻ്റെ ഹിതത്തിനാണോ സ്റ്റെപ്പ് വെച്ചത്, ദൈവം നിനക്ക് വേണ്ടി വഴികൾ തുറക്കും, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കും, നിനക്ക് വേണ്ടി പ്രൊവിഷനുകൾ വെളിപ്പെടും. നിന്നെ ചിന്തിക്കാത്ത വ്യക്തികളെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. ഞാൻ ഈ നാളുകൾ അത് അനുഭവിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്. വിശ്വസിക്കും പ്രിയരെ, ദൈവത്തിൽ ആരംഭിച്ചതൊന്നും പരാജയപ്പെടത്തില്ല, ദൈവത്തിൽ ആരംഭിച്ചതൊന്നും നിന്നു പോകത്തില്ല. ദൈവം തന്ന സ്വപ്നമാണോ അത് പൂർത്തീകരിക്കും, ദൈവം തന്ന വാഗ്ദത്തമാണോ അത് പൂർത്തീകരിക്കും, ദൈവം തന്ന ദൂതുകളാണോ അത് നിന്റെ ജീവിതത്തിനകത്ത് നിറവേറുക തന്നെ ചെയ്യും. ആമേൻ പറഞ്ഞു തന്നെ ഈ ദൂത് സ്വീകരിക്കണം. ഇന്ന് ചിലപ്പോൾ മരുഭൂമി ഉണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ആരംഭം നല്ലതാണ്. മുന്നോട്ട് പോയപ്പോൾ എവിടെയൊക്കെ പ്രതിസന്ധികൾ വരുന്നു, പ്രതികൂലങ്ങൾ വരുന്നു, താങ്ങാൻ കഴിയാത്ത ജീവിതത്തിന്റെ മേലകൾ പ്രശ്നങ്ങൾ വരുന്നു. നീ പറയുന്നു why it happened, എന്തുകൊണ്ടിത് സംഭവിച്ചു? ഞാൻ സ്നേഹത്തോടെ പറയാം, നീ ചിന്തിച്ചതല്ല ദൈവത്തിന്റെ വഴി, നീ ആഗ്രഹിച്ചതല്ല ദൈവത്തിന്റെ വഴി. നീ ആരംഭിച്ചത് ദൈവത്തിലാണോ, പൂർത്തീകരിക്കുന്നത് കർത്താവാണ് കേട്ടോ. സ്വപ്നം തന്നത് ദൈവമാണോ, പൂർത്തീകരിക്കുന്നത് കർത്താവാണ്. യോസേഫിന് ദൈവം കൊടുത്തു 2 സ്വപ്നങ്ങൾ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നിന്നെ വണങ്ങി നമസ്കരിക്കുകയാണ്, നിന്നെ നമസ്കരിക്കുകയാണ്. വയലിൽ കറ്റ അറുത്തുകൊണ്ടിരിക്കുകയാണ്, കറ്റ അറുത്ത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വയലിൽ കറ്റ കെട്ടുമ്പോൾ നിന്റെ കറ്റ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു, മറ്റു കറ്റകൾ നിന്നെ വണങ്ങി നമസ്കരിക്കുന്നു. സ്വപ്നം തന്ന ദൈവമാണ്. പക്ഷെ അതിനുള്ള വഴികളെ കർത്താവ് നിനക്ക് വേണ്ടി പറഞ്ഞു തന്നില്ല, നിന്നോട് മുന്നറിയിച്ചില്ല. പൊട്ടക്കിണർ നിന്നെ ഓർമ്മപ്പെടുത്തിയില്ല, അടിമച്ചന്ത നിന്നെ ഓർമ്മപ്പെടുത്തിയില്ല, അടിമച്ചന്തയിൽ വിവസ്ത്രനാകുന്നത് നിന്നെ ദൈവം വെളിപ്പെടുത്തിയില്ല. നിന്റെ സഹോദരന്മാർ എണ്ണി 20 വെള്ളിക്കാശ് വാങ്ങുന്നത് ദൈവം നിന്നെ വെളിപ്പെടുത്തിയില്ല.
പോത്തീഫറിന്റെ ഭവനത്തിനകത്ത് ആമയെ ചെയ്യാത്ത കുറ്റത്തിന് അപമാനിക്കപ്പെടുന്നത് ദൈവം നിന്നെ ഓർമ്മപ്പെടുത്തിയില്ല. നീണ്ട വർഷങ്ങൾ കുണ്ടറയ്ക്കകത്ത് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നത് ദൈവം നിന്നെ വെളിപ്പെടുത്തിയില്ല. ഒരുപക്ഷെ ഇതൊക്കെ നമ്മെ ദൈവം വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മൾ ഈ ആരംഭത്തിലെ പറഞ്ഞേനെ, കർത്താവ് ഈ പരിപാടിക്ക് ഞാനില്ല, ഈ പ്രതിസന്ധിക്കാണെങ്കിൽ, ഈ പ്രതികൂലത്തിനാണെങ്കിൽ, ഈ പരിപാടിക്ക് ഞാനില്ല എന്ന് നമ്മൾ പറഞ്ഞേനെ. പക്ഷെ ഞാൻ സ്നേഹത്തോടെ പറയാം, ദൈവമാണ് യോസേപ്പിന് ദൂത് കൈമാറിയതെങ്കിൽ. നമ്മുടെ സ്നേഹിതന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പൊട്ടക്കിണറിനകത്ത് തള്ളിയിട്ടിട്ട് പറയുക, ഇനി നിന്റെ സ്വപ്നം നിറവേറുന്നതൊന്ന് ഞാൻ കാണട്ടെ, ഞങ്ങളൊന്ന് കാണട്ടെ. നിന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാക്തത്വം നീ പറയുന്നല്ലോ, അത് നിറവേറുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ. ആരൊക്കെ നിന്റെ ജീവിതത്തിൽ നോക്കി പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് കാണട്ടെ. ഇനി നീ രക്ഷപ്പെടുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ. നിന്റെ ഭവനത്തിനകത്ത് സന്തോഷം വെളിപ്പെടുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ. നിന്റെ ജീവിതത്തിനകത്ത് ആനന്ദം വെളിപ്പെടുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ എന്നൊക്കെ ചോദ്യചിഹ്നങ്ങളുമായി നിൽക്കുന്നവരുടെ മുൻപിൽ സ്നേഹത്തോടെ ഞാൻ പറയാം, ആരെല്ലാം നിനക്ക് പാതി വഴി സ്റ്റക്കാവാൻ വല്ല ദുർഘടങ്ങൾ കൊണ്ടിട്ടാലും അതിൻ്റെ നടുവിൽ നീ തകരില്ല. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പറയാം, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും, നിർത്തേണ്ടടുത്തെത്തും. ഓ ഷാമാനബൽ, ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ ഏതൊക്കെ വ്യക്തികൾ എക്സാം എഴുതി പാതി വഴിയിൽ സ്റ്റക്കായി പോയവരെന്നെ കേൾക്കുന്നുണ്ട്. ചില വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്റ്റെപ്പുകൾ വെച്ചു പാതി വഴി സ്റ്റക്കായിപ്പോയി. പക്ഷെ ദൈവാത്മാവിനോട് പറയുന്നു, നീ എക്സാം പൂർത്തീകരിക്കും, രാജ്യങ്ങളിൽ ദൈവം നിന്നെ നിർത്തും, രാജ്യങ്ങളിൽ നിന്നെ നിർത്തും. ചില ബിസിനസ്സുകൾ സ്റ്റക്കായി പോയവർ എന്നെ കേൾക്കുന്നുണ്ട്. ആത്മാവ് നിങ്ങളെ നോക്കി ആത്മാവ് പറയുക, നിങ്ങളെ ബിസിനസ്സിനെ ദൈവം ഫ്ലറിഷ് ചെയ്യും, നിന്നെ എത്തേണ്ടടുത്തെത്തും. ഈ ഞെരുക്കങ്ങൾ, ഈ കടം നിന്റെ ജീവിതത്തിനകത്ത് പൂർണ്ണമായി ദൈവാത്മാവ് മാറ്റിത്തരും. വിശ്വസിക്കുക, നമ്മുടെ കർത്താവ് ആൽഫയും ഒമേഗയുമാണ്. കർത്താവിനാൽ ആരംഭിച്ചതൊന്നും, ദൈവത്താൽ ആരംഭിച്ചതൊന്നും പാതി വഴി സ്റ്റക്കായിട്ടില്ലെന്നേ, പാതി വഴി നിന്നു പോയിട്ടില്ലെന്നേ, പാതി വഴിയിൽ അവസാനിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുക കേട്ടോ. ഒരു ദൈവപ്രവർത്തി നിന്റെ ജീവിതത്തിനകത്തുണ്ട്. ഒരു ദൈവപ്രവർത്തി നിന്റെ പട്ടണത്തിനകത്ത് വെളിപ്പെടും. ഒരു ദൈവപ്രവർത്തി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടും. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില മഹത്വം ദൈവം നിന്നെ കാണിക്കാൻ പോകുകയാണ്. ഈ പകൽക്കാലം വിശ്വസിക്കുക, ആദിയും അന്തവുമായ കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് ചില ആരംഭങ്ങളെ പൂർത്തീകരിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രൊവിഷനുകളെ ദൈവം വെളിപ്പെടുത്താൻ പോകുക. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരാൻ പോകുക. ദൈവദാസൻ, എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്നാഗ്രഹമുള്ളവർ എന്നോട് കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചു. സ്വർഗീയ നല്ല കർത്താവേ, യു ആർ ആൽഫ, യു ആർ ഒമേഗ. ഞങ്ങൾ ഈ നിമിഷം ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ആരംഭമാണ്, അങ്ങ് അവസാനമാണ്, ആദിയും അന്തവുമാണ്. ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഈ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് അതുപോലെ വെളിപ്പെടട്ടെ. ചില ആരംഭങ്ങളെ പൂർത്തീകരിക്കട്ടെ, ചില ആരംഭങ്ങളെ പൂർത്തീകരിക്കട്ടെ. ചില ബിസിനസ്സുകൾ, ചില ഭാവി മണ്ഡലങ്ങൾ, ചില കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ മാറട്ടെ, ചില ആകുലതകൾ മാറട്ടെ, ചില ഞെരുക്കങ്ങൾ മാറട്ടെ. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വഴികൾ, കേട്ടിട്ടില്ലാത്ത വാതിലുകൾ ഈ ജനത്തിൻ്റെ മേൽ ഞാൻ ആത്മാവിൽ തുറന്ന് പ്രാർത്ഥിക്കും. ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യും. മഹത്വം അങ്ങെടുക്കും, പ്രാർത്ഥന കേൾക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അതേ പ്രിയരെ, വിശ്വസിക്കുക, ആരംഭിച്ച ചിലത് സ്വപ്നത്തോടെ ആരംഭിച്ചത് ദൈവം പൂർത്തീകരിക്കാൻ പോവുകയാണ്. പ്രഭാതത്തിൽ വീണ്ടും ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാ പ്രഭാതത്തിലും ഇതുപോലെ തുടർമാനമായ സന്ദേശം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. God bless you. Let us start our journey with the Holy Spirit. Amen. Amen.